ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله السميع العليم من الشيطان الرجيم والفجر وليال عشر. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ ഏതേതു മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങളോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഏറെ പവിത്രമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇരിക്കുകയാണ്. ഈ മാസം അതിൻ്റെ പവിത്രതയെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന അതിൻ്റെ ശ്രേഷ്ഠത ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ എടുത്തു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മൽ അമലു ഫി അയ്യാമിൻ അഫ്ദല മിൻഹാ ഫി ഹാദിഹി. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലിനേക്കാൾ ശ്രേഷ്ഠമായ അമല് എന്തുണ്ട്? ഒരു വല്ലാത്ത ചോദ്യമാണ്. ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, ആ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളെക്കാൾ ശ്രേഷ്ഠമായ അമൽ എന്തുണ്ട് എന്ന ചോദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമൂഹത്തോട് പറയുമ്പോൾ ആ ദിവസങ്ങൾക്ക്, ആ ദിവസത്തിലെ പ്രവർത്തനങ്ങൾക്ക് അത്രമേൽ ശ്രേഷ്ഠതയുണ്ട് എന്നതു തന്നെയാണ് ആ വചനം, പ്രവാചക വചനം നമ്മളോട് പറയുന്നത്. അവിടെ സ്വഹാബത്തിനൊരു ചോദ്യമുണ്ട്. കാരണം ദുൽഹിജ്ജ മാസം പവിത്രമായ മാസമാണ്, നമുക്കറിയാം. യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ്. അത് ഈ മാസത്തിൽ ഉണ്ടാവുകയുമില്ല. അറേബ്യൻ ലോകത്ത് തന്നെ അക്കാലത്ത് ഈ ദിവസങ്ങളെ പവിത്രമായി കാണുകയും അവർ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കുകയും ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ സജീവമാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിന്റെ ചോദ്യം, വലാ ജിഹാദ്, അല്ലയോ റസൂലെ ജിഹാദോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ സമ്പത്തും ശരീരവും എല്ലാം ചിലവഴിച്ചുകൊണ്ട് ഒരാൾ നടത്തുന്ന പോരാട്ടമോ റസൂലേ? അതിവിടെ ഉണ്ടാകാറില്ലല്ലോ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലാ ജിഹാദുൻ, ജിഹാദും ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളോളം പുണ്യകരമല്ല. ഇല്ല റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈ. എന്നാൽ ആ ജിഹാദിനെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 രീതിയിൽ പറഞ്ഞു തരികയാണ്. ഒരാൾ യുദ്ധത്തിലേക്ക് പോകുന്നു, അയാളുടെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് യുദ്ധ സാമഗ്രികൾ വാങ്ങാൻ വലിയ ചെലവുണ്ടെന്ന്, ആ സമ്പത്തെല്ലാം ചെലവഴിച്ച് അതിനുവേണ്ടിയുള്ള സാമഗ്രികളുമായിട്ട് അയാൾ പോകുന്നു.
അയാളുടെ ശരീരവുമായി അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് അയാൾ പോകുന്നു. അയാൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തിരിച്ചു വരുന്നു. അയാൾക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തന്നെ അയാൾ തിരിച്ചു വരുന്നു. അങ്ങനെയുള്ള ഒരാളോളം അയാളെക്കാൾ പുണ്യമുണ്ട് ദുൽഹിജ്ജ മാസത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക്. എന്നാൽ ഒരാൾ അവിടെ ഷഹീദാവുകയാണെങ്കിൽ അതിനെപ്പറ്റിയല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരാണ്. അത്രമേൽ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് എന്നൊരു ഗൗരവം തീർച്ചയായും നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പലതിനെയും സത്യം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. വശംസി വൽ ഖമരി വല്ളുഹ, ഇങ്ങനെ പലതിനെയും ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറയുന്നുണ്ട്. പല പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും പറയുന്നുണ്ട്. അള്ളാഹു ഒരു കാര്യത്തെ സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതതിന്റെ പവിത്രതയെ, അതതിന്റെ ശ്രേഷ്ഠതയെ വിളിച്ചോതുന്നതാണ്. അതിന്റെ സവിശേഷതയെ നമ്മളോട് പറയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്റിന്റെ തുടക്കത്തിൽ ചില കാര്യങ്ങളെ സത്യം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നു. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാകുന്നു സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികളെ തന്നെയാകുന്നു സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികൾ എന്ന് റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ സത്യം ചെയ്തുകൊണ്ട് പറയാണ്. ഖാല ഇബ്നു കസീർ റഹിമഹുല്ലാ, ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഇതിനെ വിശദീകരിക്കുകയാണ്. അൽ മുറാദു ബിഹാ അശ്റു ദിൽഹിജ്ജ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. കമാ ഖാല ഇബ്നു അബ്ബാസ് വബ്നു സുബൈർ വമുജാഹിദ്, ഇമാം മുജാഹിദിനെ പോലെ, ഇമാം ഇബ്നു സുബൈറിനെ പോലെ, ഇബ്നു അബ്ബാസിനെ പോലെയുള്ള റഹിമഹുമുല്ലാഹു അജ്മഈൻ അവരെല്ലാം പറഞ്ഞതുപോലെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് ഇവരൊക്കെ അതിനെപ്പറ്റി വിശദീകരിച്ചുകൊണ്ട് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും വളരെ കൃത്യമായും ഈ ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, സവിശേഷതയുണ്ട് എന്ന് നമുക്ക് മുന്നിൽ അടിവരയിട്ട് പ്രമാണങ്ങൾ പറഞ്ഞു തരികയാണ്. മൗസിമുൽ ഇബാദ എന്ന് പണ്ഡിതന്മാർ ചില കാര്യങ്ങളെ പറ്റി മവാസിമുൽ ഇബാദ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാധനകളുടെ സീസൺ, അങ്ങനത്തെ പ്രയോഗങ്ങൾ ചിലതിനെപ്പറ്റി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടത് പ്രത്യേകമായും എണ്ണി പറഞ്ഞത് ഒന്ന് റമദാൻ മാസമാണ്. അത് മൗസിമുൽ ഇബാദയാണ് എന്നത് നമുക്കൊക്കെ അറിയാം. അത് അമലുകളുടെ സമയമാണ് എന്നത് നമുക്കൊക്കെ അറിയാം. നമ്മൾ വളരെ സവിശേഷമായും ആ ദിവസങ്ങളിൽ അമലുകളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്താറുണ്ട്. ഒരു സുന്നത്ത് നമസ്കാരം നാം ഉപേക്ഷിക്കാറില്ല. നമ്മൾ നന്മയായി ചെയ്യാൻ കഴിയുന്നതെന്തോ അതെല്ലാം ചെയ്യുന്ന മാസമാണ് റമദാൻ. കാരണം അത് മൗസിമുൽ ഇബാദയാണ്, ഇബാദത്തിന്റെ സീസണാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ അത് മൗസിമുൽ ഇബാദയാണ്. അത് അമലുകളുടെ സമയമാണ്. നമ്മൾ ഓരോ അമലുകൾക്കും അത്രമേൽ ജാഗ്രത കാണിക്കേണ്ടുന്ന സമയമാണ്. ആ ഒരു ബോധം നമുക്കുണ്ടോ? ശരിക്ക് ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ ദിവസങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അത്രമേൽ ഇബാദത്തുകളിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് എന്ന് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കാറുണ്ടോ? മനസ്സിലാക്കണം. ആ ഒരു ഗൗരവം ഇതൊരു ആരാധനകൾക്ക് കൂടുതൽ സവിശേഷതയുള്ള പുണ്യമുള്ള സമയമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണ്. എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്രമേൽ സവിശേഷത എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ല അദ്ദേഹം പറയാണ്, ഈ ദിവസങ്ങൾക്ക് പ്രത്യേകതയും സവിശേഷതയും ഉണ്ടാകാനുള്ള കാരണം ലി മകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീ, ഇതില് എല്ലാ ഇബാദത്തുകളും ഉമ്മഹാത്തുൽ ഇബാദത്തെല്ലാം പ്രധാനപ്പെട്ട ആരാധനകളെല്ലാം ഒന്നുചേരുന്ന ദിവസങ്ങളാണ് എന്നതുകൊണ്ടാണ്. ഏതൊക്കെയാണത്? നമസ്കാരം പോലെ, അതുപോലെ തന്നെ സിയാമ് പോലെ, നോമ്പ് പോലെ, സ്വദഖ, ഹജ്ജ് ഒക്കെ എണ്ണി പറഞ്ഞുകൊണ്ട് പറയാണ് ഇത് എല്ലാ ഉമ്മഹാത്തുൽ ഇബാദയും ഉൾച്ചേരുന്ന സമയമാണ്. അതാണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകമായ സവിശേഷതക്കുള്ള കാരണം എന്ന് നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ച് പറഞ്ഞുതരാണ്. അതുപോലെ തന്നെ അറഫാ ദിനം, ഏറെ സവിശേഷമായ അറഫാ ദിനം ഉള്ളത് ഈ 10 ദിവസങ്ങൾക്കുള്ളിലുള്ളതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നമുക്കറിയാം ഇന്നേ ദിവസമാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസം ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനമുണ്ടായ ദിവസം യൗമു അറഫ. അത് ഉൾക്കൊള്ളുന്നത് ഈ 10 ദിവസങ്ങൾക്കുള്ളിലാണ്. അതുപോലെ തന്നെ ബലിപെരുന്നാളിന്റെ ദിനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അഅ്ളമ അൽ അയ്യാമി ഇൻദല്ലാഹി യൗമുൻ നഹർ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പവിത്രമായ ദിവസം
അത് യൗമുൻ നഹറാണ്, ബലി പെരുന്നാളിന്റെ ദിവസമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അത്രമേൽ അമലുകൾക്ക് പുണ്യമുള്ള ദിവസങ്ങളാണ് ഇത് എന്ന് വളരെ കൃത്യമായും നമുക്ക് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു തരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയുന്നുണ്ട്, മാമിൻ അയ്യാമിൻ അഅളമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പവിത്രമായിട്ടുള്ള, അതുപോലെ തന്നെ അമലു സ്വാലിഹാത്തിന് ഏറ്റവും പവിത്രതയുള്ള ദിവസങ്ങളാണ് ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ എന്ന്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയാണ്, ഫഅക്സിറൂ ഫീഹിന്ന അത്തഹ്ലീല വത്തക്ബീറ വത്തഹ്മീദ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ലീൽ വർദ്ധിപ്പിക്കുക, തക്ബീർ വർദ്ധിപ്പിക്കുക, തഹ്മീദ് വർദ്ധിപ്പിക്കുക. തക്ബീറും തഹ്മീദും തഹ്ലീലുമെല്ലാം ദിക്റുകൾ വർദ്ധിപ്പിക്കേണ്ടുന്ന ദിവസങ്ങളാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയണം. അള്ളാഹുവിനെ ഓർക്കുന്ന ദിക്റുകൾ, അള്ളാഹുവിനെ സദാസമയം ഓർക്കുന്ന ഒരു രീതി ഉണ്ടാവുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നത് നമ്മൾ ഈ ദിവസങ്ങളിൽ ശ്രേഷ്ഠമായും സവിശേഷമായും മനസ്സിലാക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. വയദ്കുറുസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്. നിർണിതമായ ദിവസങ്ങളിൽ അവർ അള്ളാഹുവിന്റെ നാമത്തെ സ്മരിക്കുന്നതിന് വേണ്ടി എന്ന ഖുർആനിന്റെ പ്രയോഗത്തെ പറയുന്നിടത്തും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയ്യാമുൻ മഅലൂമാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർണിതമായ ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ് എന്ന് അതിനെയും വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു ബോധം നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന സമയത്ത് നമുക്ക് ആരാധനകൾക്ക് വേണ്ടി എല്ലാ സുന്നത്തുകളും നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രത്യേകമായും കൊണ്ടുവരുന്നതിന് വേണ്ടി, എല്ലാ കർമ്മങ്ങളും വളരെ ജാഗ്രതയോടുകൂടി ചെയ്യുന്നതിന് വേണ്ടി, നന്മകളിൽ അത്രമേൽ താല്പര്യം കാണിക്കുന്നതിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മൾ തയ്യാറാകണം. അതോടൊപ്പം തന്നെ വളരെ ഗൗരവത്തോടുകൂടിയും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്, പവിത്രമായ ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിന്മകൾ ഈ ദിവസങ്ങളിൽ, പവിത്രമായ ദിവസങ്ങളിൽ തിന്മകളുടെ വഴിയെ നമ്മൾ പോവുക എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നന്മക്ക് വേണ്ടി കൂടുതൽ താല്പര്യം കാണിക്കുക, തിന്മകൾ ഉപേക്ഷിക്കുക, അള്ളാഹുവിന് വേണ്ടി മുന്നിട്ടിറങ്ങുക, ആരാധനകളിൽ കൂടുതലായി കൊണ്ട് സജീവരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വതമ്മ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ദുൽഹിജ്ജ മാസം പിറന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ഉളുഹിയ്യത്ത് ആഗ്രഹിക്കുന്ന ആളുകളോട് വളരെ ഗൗരവമായും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉളുഹിയ്യത്ത് ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ മുടിയും ശരീരത്തിലെ രോമങ്ങളൊന്നും പിന്നെ ദുൽഹിജ്ജയുടെ അമ്പിളി കാണുന്നതോടുകൂടി, അതിൻ്റെ ഹിലാല് കാണുന്നതോടുകൂടി പിന്നെ ശരീരത്തിലെ രോമങ്ങളും മുടിയൊന്നും പിന്നെ എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നഖം മുറിക്കുവാൻ പാടില്ല എന്നത് വളരെ കൃത്യമായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അടുത്ത വെള്ളിയാഴ്ചക്ക് മുൻപ് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഉളുഹിയ്യത്ത് നിയ്യത്തായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനു മുൻപ് തന്നെ പൂർത്തീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതിന്റെ ഹിലാല് കണ്ടതിന് ശേഷം, ദുൽഹിജ്ജയുടെ ഹിലാല് കണ്ടതിന് ശേഷം പിന്നെ മുടി മുറിക്കുന്നതും നഖം വെട്ടുന്നതും ഒന്നും പാടില്ല. ഉളുഹിയ്യത്ത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അല്ലാത്ത ആളുകൾക്ക് വിഷയമല്ല, ഉളുഹിയ്യത്ത് നിയ്യത്താക്കിയ ആളുകൾക്ക് അത് പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ഓർമ്മപ്പെടുത്തിയതാണ്. അതുപോലെ ബലിയറുക്കുക എന്നുള്ളത് അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു അമല് തന്നെയാണ്. നമ്മൾ നമസ്കാരം ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, ആരാധനയാണ്. അതുപോലെയുള്ള ഒരു ആരാധനയാണ് ബലിയറുക്കുക എന്നുള്ളത്. ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയറുക്കുകയും ചെയ്യുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നുണ്ട്. അപ്പം ബലിയറുക്കുക എന്നുള്ളത്, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ബലി അറുക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെ പുണ്യകരമായിട്ടുള്ള കാര്യം തന്നെയാണ്.
ആ ബലിയുടെ വിഷയം പറയുമ്പോൾ ഉളുഹിയ്യത്ത് ബലിയാണ്. അതുപോലെ ഹജ്ജിലെ അറവുകൾ അത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള ബലിയാണ്. അതുപോലെ തന്നെ പ്രായശ്ചിത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറവുകൾ അത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയുള്ളതാണ്. അതുപോലെ അഖീഖ, ഒരു കുട്ടി ജനിച്ചാൽ 7 നടത്തുന്ന അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിൽ നടത്തുന്ന അഖീഖ, അത് പിന്നെ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ബലിയാണ്. അതുപോലെ തന്നെ റബ്ബിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരാൾ നേർച്ചയാക്കാണ്, ഞാൻ ഒരു ഉരുവിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അറുത്ത് പിന്നെ അതിന്റെ മാംസം വിതരണം ചെയ്യാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് വീട്ടിൽ നിർബന്ധമായിട്ടുള്ള ഒരു നേർച്ചയാണ്. അല്ലാതെയും ഒരാൾ ആഗ്രഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ അള്ളാഹുവിന് വേണ്ടി ബലി അറുക്കുക, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ബലി അറുക്കുക എന്നുള്ളത് പുണ്യകരമായ കാര്യമാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുക, ബലി അർപ്പിക്കുകയും ചെയ്യുക എന്ന് ഖുർആൻ നമ്മളോട് വളരെ കൃത്യമായും പറയുന്നത് കാണാം. ഏതു മൃഗങ്ങളെയാണ് ബലിയറുക്കുവാൻ വേണ്ടി പറ്റുക? എല്ലാ അറവ് അനുവദനീയമായ വേറെയും മൃഗങ്ങളുണ്ട്. പക്ഷെ അറവിന് ബലിക്കുപയോഗിക്കേണ്ടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഖുർആൻ പറഞ്ഞു തരുന്നത് സമാനിയത അസ്വാജിൻ, 8 ഇണകൾ, 8 വിഭാഗം ആണ് ഈ ബലി ഇറക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ വിശദീകരിക്കാണ്. മിനൽ ഈ ചെമ്മരിയാടിൽ നിന്ന് അതിന്റെ ആണ് പെണ്ണ്, അതുപോലെ തന്നെ വമിനൽ മഅസിസ്നൈനി, അതുപോലെ കോലാട്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കോലാട് അതിന്റെ ആണ് പെണ്ണ്. വമിനൽ ഇബിലിസ്നൈനി, ഇബിലിൽ നിന്ന് ഒട്ടകത്തിന്റെ അതിന്റെ ഇണകൾ. അതുപോലെ തന്നെ വമിനൽ ബഖരിസ്നൈനി, മാടുവർഗത്തിൽപ്പെട്ട പിന്നെ കാള, അതുപോലെ പോത്ത് പോലെയുള്ള ഈ മൃഗങ്ങൾ. ഇതാണ് ബലിക്കു വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്നത് ഖുർആൻ തന്നെ വളരെ അടിവരയിട്ട് നമ്മളോട് പറയുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഈ ഉളുഹിയ്യത്തിന്റെ ഗൗരവത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു ഹദീസാണ്, മൻ കാന ലഹു സഅത്തുൻ ഫലം യുളഹി എന്ന് പറഞ്ഞിട്ട് ഫല യഖ്റുബന്ന മുസല്ലാന, ഒരാൾക്ക് പ്രാപ്തി ഉണ്ടായിട്ട് സാമ്പത്തികമായി കഴിവുണ്ടായിട്ട് എന്നിട്ടും അയാൾ ബലി പെരുന്നാളിന് ബലി അർപ്പിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നില്ലെങ്കിൽ അവൻ എൻ്റെ മുസല്ലയിലേക്ക്, ഈദ് മുസല്ലയിലേക്ക് വരേണ്ട എന്ന് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഒരു വിമർശനം എന്നോണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ, നമ്മൾക്കിപ്പോൾ ആവുന്ന സമയമാണ് എങ്കിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഈ ഒരു പുണ്യകർമ്മം ചെയ്യാൻ ഉത്സാഹം കാണിക്കേണ്ടതുണ്ട്. അത് ഷെയറായിട്ടാണെങ്കിൽ അങ്ങനെ, ഒറ്റക്കാണെങ്കിൽ അങ്ങനെ, ആടാണെങ്കിൽ അങ്ങനെ, മാടാണെങ്കിൽ അങ്ങനെ, നമ്മളോട് കഴിയുന്ന ആളുകൾ അതിനുവേണ്ടി താല്പര്യം കാണിക്കുക എന്നത് വളരെ ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ്. ഇതിനുവേണ്ടി മൃഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, കണ്ണിന് പ്രകടമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള, ഒരു കണ്ണിന് കാഴ്ചയില്ലാത്തതോ അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും ന്യൂനതകൾ ഉള്ളതോ ആയിട്ടുള്ള മൃഗങ്ങളെ ബലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അതുപോലെ വ്യക്തമായ രോഗം വ്യക്തമായി മനസ്സിലാകുന്ന രോഗമുള്ള ഒരു ഉരുവിനെയും ബലിക്ക് വേണ്ടി ഉപയോഗിക്കരുത്. അതുപോലെ മുടന്തുള്ള, ഇങ്ങനെയുള്ള നടക്കാൻ ഇതിനൊക്കെ പ്രയാസമുള്ള വൈകല്യങ്ങളുള്ള മൃഗങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളതിനെ സെലക്ട് ചെയ്യരുത്. അതുപോലെ പിന്നെ ഈ ചെവിക്ക് പ്രശ്നമുള്ളത്, വാല് പൂർണ്ണമായിട്ട് മുറിഞ്ഞു പോയത്, അങ്ങനെയൊക്കെ വലിയ മുറിവുള്ളത്, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുമ്പോൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഐബ് എന്ന് തോന്നുന്ന, ആളുകൾ കണ്ടാൽ അയ്യട എന്ന് തോന്നുന്ന, അതൊരു ന്യൂനതയായിട്ട് തോന്നുന്ന പ്രകടമായ ന്യൂനതകൾ ഉള്ളതിനെ ഉപയോഗിക്കരുത് എന്നത് ഇതിനൊക്കെ വിശദീകരിക്കുന്ന സമയത്ത് പണ്ഡിതന്മാർ നമ്മളുടെ മുന്നിൽ വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ആ നിലക്ക് അതിനെ മനസ്സിലാക്കുകയും കഴിയുന്ന ആളുകൾ അള്ളാഹുവിന് വേണ്ടി ബലി അറുക്കുവാൻ വേണ്ടി താല്പര്യം കാണിക്കുകയും ചെയ്യുക. കാരണം ബലി പെരുന്നാളാണല്ലോ, ആ ബലി ആ പെരുന്നാളിന്റെ ഒരു അനുബന്ധമായിട്ടുള്ള വലിയൊരു കർമ്മമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ചെയ്യുക. അള്ളാഹു പറയണ്ടല്ലോ, അതിന്റെ മാംസമോ മറ്റൊന്നും അള്ളാഹുവിലേക്ക് എത്തുകയില്ല, രക്തവും മാംസവും ഒന്നും അള്ളാഹുലേക്ക് എത്തൂല, നിങ്ങളുടെ തഖ്വയാണ്. നമ്മൾ അതിന്റെ വലുപ്പവും വമ്പും ആളുകളുടെ മുന്നിൽ കാണിച്ചുകൊണ്ട് ഇന്നയാളുടെ ഇത്ര വലുത് എന്ന് പറയാനുള്ള നമ്മളുടെ വമ്പും വീമ്പും കാണിക്കുവാനുള്ളതായി മാറരുത്. മറിച്ച് അള്ളാഹുവിന്റെ പ്രീതിയായിരിക്കണം ആത്യന്തികമായി നമ്മൾ കാക്ഷിക്കേണ്ടത് എന്നൊരു ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മളിൽ നിന്നും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല
അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തികമായ പ്രയാസങ്ങൾ, കടം കൊണ്ട് വലയുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബുദ്ധിമുട്ടുകളും എല്ലാം ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.